പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ്, അതായത് പുല്ലുമേട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പാഞ്ചാലിമേട്. ഇവിടെ നിന്ന് നമുക്ക് കാണാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഈ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ മകരജ്യോതി ദർശനം സാധ്യമാകുമെന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ആശങ്കയുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ മലയുടെ മുകൾ വശമാണ്. അവിടേക്ക് അയ്യപ്പ ഭക്തർ കയറിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അല്പസമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തും. അവർക്ക് വേണ്ട സൗകര്യങ്ങളും സുരക്ഷയും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ കാണുന്ന കുന്നിന് മുകളിലായിട്ട് രണ്ട് സൈഡിലും ബാരിക്കേഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന പോലെ പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് വിഭാഗമുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, ഒപ്പം തന്നെ പെരുവന്താനം പഞ്ചായത്ത് വലിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് സെക്രട്ടറിയോടും പ്രസിഡന്റിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ ഇത്തവണയും പൂർത്തിയായോ? പതിവ് പോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് വിവിധ വകുപ്പുകളെ ഏകോപിച്ചാണ് ഇവിടെ പരിപാടികൾ ചെയ്യുന്നത്. അത് നമ്മൾ ഇടയ്ക്കെല്ലാം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ അവലോകനമൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. തീർച്ചയായിട്ടും 5000-ഓളം ആൾക്കാരാണ് ഇവിടെ സാധാരണയായി എത്താറുള്ളത്. ഇത്തവണ എത്രയും ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ ദർശനം സാധ്യമാകുമോ ചേട്ടാ? സ്ഥിരമായിട്ട് വരുന്ന ഒരാളല്ലേ, എങ്ങനെയാ സാധ്യമാകുമോ? സാധാരണഗതിയിൽ കാണാറുണ്ട്. ഇത്തവണ മഞ്ഞുണ്ടല്ലേ? കൂടുതൽ മൂടൽ മഞ്ഞെന്നാൽ ചെറിയ ബുദ്ധിമുട്ട് വരും എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് എന്തായാലും മൂടൽമഞ്ഞ് ചെറുതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത് അല്പസമയത്തിനുള്ളിൽ തന്നെ മാറി ദർശനം സാധ്യമാകും എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരും പഞ്ചായത്ത് അംഗങ്ങളും എല്ലാം തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം, എനിക്ക് പിന്നിൽ കാണാം അയ്യപ്പ ഭക്തർ ഇപ്പോൾ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ്. അവിടെ നിന്നാൽ സുരക്ഷിതമായി തന്നെ ഈ ദൃശ്യങ്ങൾ, ഈ മകരജ്യോതി തെളിയിക്കുന്ന അടക്കം കാണാം. മുൻവർഷങ്ങളിലൊക്കെ നിരവധി ആളുകൾ 5000-ഓളം പേർ ഇവിടെ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തവണയും നിരവധി അയ്യപ്പ ഭക്തർ, പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തരാണ് കൂടുതലായിട്ടും ഇവിടേക്ക് എത്തുന്നത്. അതാണ് പാഞ്ചാലിമേട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, കാഴ്ചകൾ. അതാണ് ടോബി ജോൺസൺ പങ്കുവച്ചത്. ഒട്ടേറെ ഭക്തർ ഇനിയും അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അതൊരു വ്യൂ പോയിന്റ് കൂടിയാണ്. ശബരിമല നിലവിൽ ഭക്തിസാന്ദ്രമാണ്. ഈ മണിക്കൂറുകൾ മാത്രമാണ് മകരജ്യോതി ദർശനത്തിനായി ബാക്കിയുള്ളത്.